നമസ്കാരം. 3 മണി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കലോത്സവ ആരവങ്ങളിൽ അമർന്ന് കൊല്ലം. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരി തെളിഞ്ഞു. ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ കലാമേള രക്ഷിതാക്കളുടെ മത്സരമല്ലെന്ന് മുഖ്യമന്ത്രി. വിധി രക്ഷകർത്താക്കൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേരള വിഷൻ ന്യൂസിനോട്. മത്സരങ്ങളുടെ നടത്തിപ്പിൽ സമയകൃത്യത പാലിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ കലോത്സവത്തിന്റെ മാറ്റു കുറയില്ലെന്ന് ധനമന്ത്രി. കലോത്സവ വേദിയിലെ കേരള വിഷൻ താൽക്കാലിക സ്റ്റുഡിയോ ഉദ്ഘാടനം ചെയ്ത വിദ്യാഭ്യാസ മന്ത്രി. തിരുവനന്തപുരത്ത് 1.5 വയസ്സുകാരനെ അമ്മയുടെ സഹോദരി കിണറ്റിലെറിഞ്ഞു കൊന്നു. മരിച്ചത് വിളപ്പിൽശാല സ്വദേശി ശ്രീകണ്ഠന്റെ മകൻ അനന്തൻ. പ്രതി മാനസിക വെല്ലുവിളി നേരിടുന്നയാളെന്ന് പോലീസ്. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിൽ തുടർചലനങ്ങൾ. കള്ളക്കടത്ത് ഓഫീസ് പ്രധാനമന്ത്രിയുടേതെന്ന MV ഗോവിന്ദൻ. മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചെലവാകില്ലെന്ന കെ മുരളീധരൻ. പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്ക് സമീപം യൂത്ത് കോൺഗ്രസ് BJP സംഘർഷം. YS ഷർമിള കോൺഗ്രസിൽ. മല്ലികാർജുൻ ഖാർഗെ അംഗത്വം നൽകി. YSR തെലങ്കാന പാർട്ടിയും കോൺഗ്രസിൽ ലയിച്ചു. സന്തോഷവതിയെന്ന ഷർമിള. ഇഡിക്കെതിരെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. തനിക്കെതിരായ നടപടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ നീക്കം. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തേക്കുമെന്ന് മന്ത്രി അതിഷി മെർലിന. വീട് റെയ്ഡ് ചെയ്യാൻ സാധ്യതയെന്നും ആം ആദ്മി നേതാക്കൾ.